സഹൃദയരെ, നാടകപ്രേമികളെ, നിങ്ങൾക്ക് മസ്കറ്റ് മലയാളി കമ്മ്യൂണിറ്റിയുടെ നമസ്കാരം. മസ്കറ്റ് മലയാളി കൂട്ടായ്മയുടെ 34-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ കത്തോലിക്ക ദേവാലയത്തിലെ മസ്കറ്റ് മലയാളി കമ്മ്യൂണിറ്റിയുടെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ സഹോദരീ സഹോദരങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന തികച്ചും വ്യത്യസ്തമായ പ്രമേയത്തിലുള്ള നാടകം അടുത്ത ഒരു ബെല്ലോടുകൂടി ആരംഭിക്കുന്നു. ഒരു രംഗം മാത്രമുള്ള ഈ നാടകത്തിന് നന്ദിയുടെ ഒരു വാക്ക്. ഈ നാടകം രചിക്കാനും അവതരിപ്പിക്കുവാനും ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ച സെബിനച്ചനും നമ്മുടെ ജനറൽ കോർഡിനേറ്റർമാരായ ഡോൾബിനോ ബ്രദറിനും തോമസ് ബ്രദറിനോടുമുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നാടക പരിശീലനത്തിന് ഞങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സജീവ് ബ്രദറിനോടും കുടുംബത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം സ്റ്റാർ ഓഫ് കൊച്ചിൻ്റെ മാനേജ്മെൻറ്റിനോടും ഒത്തിരിയേറെ നന്ദി പറയുന്നു. നാടകത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ലിബിൻ ബ്രദറിനും ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ജോബിഷ് ബ്രദറിനും ബാബു ബ്രദറിനും നിബു ബ്രദറിനും അവരുടെ കൂട്ടായ്മകൾക്കുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ശബ്ദ നിയന്ത്രണവും ക്രമീകരണവും നയിക്കുന്ന പ്രേം ബ്രദറിനെ പ്രത്യേകം ഓർക്കുന്നു. എല്ലാത്തിനുമുപരി ഈ നാടകം സഫലമാകാൻ സഹായിച്ച തൃത്വൈക ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും അർപ്പിക്കട്ടെ. നാടകം ആസ്വദിച്ച് എളിയവരായ നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന പ്രതീക്ഷയോടെ നാടകം ആരംഭിക്കട്ടെ. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഹാളിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. നിശബ്ദരായിരുന്ന് ഈ നാടകം ആസ്വദിക്കുക. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇരുമ്പ് കൈകൾക്ക് കീഴിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ജെറുസലേം ഒരു ജനത സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി മോഹിച്ച് കാത്തിരുന്ന കാലം. വഴങ്ങാത്ത ഭരണകൂടവും ക്രൂരമായ ശിക്ഷകളും, ജീവിതമെന്ന നിരർത്ഥകതയിൽ സ്വന്തം അസ്തിത്വം തേടി നടക്കുന്ന കുറേ മനുഷ്യർ കൈച്ചങ്ങലുകളുമായി മരണത്തിൻ്റെ കാലടി സ്പന്ദനങ്ങൾ കേൾക്കുമ്പോൾ പോലും വിമോചനത്തിൻ്റെ മുഖവുമായി എത്തുന്നവൻ്റെ ശബ്ദത്തിനായി അവർ കാതോർത്തു നിന്നു. റോമൻ സൈന്യം തൻ്റെ കുടുംബത്തെ തകർക്കുന്നത്, അവൻ്റെ ജനതയെ ചവിട്ടിമെതിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവൻ്റെ വേദന വെറുപ്പായി, പിന്നീടെപ്പോഴോ പ്രതികാരമായി മാറി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവൻ കൊലയാളിയായി, കലാപകാരിയായി, അവൻ്റെ ജനത്തിനു മുമ്പിൽ സ്വാതന്ത്ര്യ പോരാളിയായി. ഇത് അയാളുടെ കഥയാണ്. നിങ്ങളെല്ലാവർക്കും അറിയുന്ന കഥകൾക്കപ്പുറം ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടക ഇതിവൃത്താന്തം ബറാബാസിൻ്റെ മിശിഹ. ഞങ്ങൾ പറയുന്ന ഈ കഥയ്ക്ക് ചരിത്രത്തിലോ ബൈബിളിലോ തെളിവുകളില്ല. എന്നാൽ ഇതൊരു ശക്തമായ ആശയമാണ്, ജീവിതഗന്ധിയായ ഒരു സൃഷ്ടിയാണ്. സവിനയം ഞങ്ങൾ ആരംഭിക്കട്ടെ. ബറാബാസിൻ്റെ മിശിഹ. കഥാ സംവിധാനം റിജോ ബേബി. അവതരണം മസ്കറ്റ് മലയാളി പ്രാർത്ഥന കൂട്ടായ്മ. അയ്യോ കൂട്ടുകാരെ, ഓടിക്കോ, റോമപ്പട വരുന്നുണ്ട്.
మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. అహర్నిశలది నహీనుడగు నాను హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. ബറാബ, നീ കണ്ടില്ലേ നിന്റെ സഹോദരി യൂദിത്തും അവളുടെ ചാർച്ചക്കാരികളും ദൈവത്തെ സ്തുതിച്ച് മനോഹരമായി നൃത്തം ചെയ്യുന്നത്? നമ്മളും നമ്മുടെ വംശവും എന്നെങ്കിലും ഗതി പിടിക്കുമോ? നമ്മളെ എല്ലാം രക്ഷിക്കുന്നവൻ ഈ ലോകത്ത് വന്നു കഴിഞ്ഞു. അപ്പാ, എന്നിട്ടും ഈ അനീതിക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ആരുമില്ലേ? വസ്ത്രമിടലിഞ്ചെനു യേശുനാഥു രക്തമുനമുഞ്ചി. റോമാ സാമ്രാജ്യം ഭരിക്കുന്ന സീസർ നീണാൾ വാഴട്ടെ. യൂദയ ഭരിക്കുന്ന പന്തിയോസ് പീലാത്തോസിന്റെ രാജകൽപ്പന. റോമാ സാമ്രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെയും കപ്പം കൊടുക്കാത്തവരെയും തുറങ്കിലടയ്ക്കാൻ രാജകൽപ്പന. യൂതന്മാരെ, കപ്പം ഇരട്ടിയാക്കി തന്നില്ലെങ്കിൽ ജീവൻ നഷ്ടമാകും ഇപ്പോൾ തന്നെ. പ്രഭോ, ഞങ്ങൾ ദരിദ്രരാണ്. ഒരു നേരത്തെ ആഹാരം പോലും കുട്ടികൾക്ക് തികച്ചു കൊടുക്കാനാവുന്നില്ല. ദയവ് ചെയ്ത് കൃപ കാണിക്കണം. മിണ്ടരുത്. റോമിന്റെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നവന് മരണമാണ് ശിക്ഷ. ഉത്തരവ് ചോദ്യം ചെയ്തതല്ല. കപ്പം തരാൻ പണമില്ല. സത്യമായും ഇവിടെ ഒന്നും തന്നെയില്ല. ഒന്നുമില്ലെന്നോ അതോ മനസ്സില്ലെന്നോ? നീ തെരുവിൽ പഠിപ്പിക്കുന്നതും യൂദയ ഭരിക്കാൻ മറ്റൊരു രാജാവ് വന്നു കഴിഞ്ഞുവെന്നും പറയുന്നത് കേട്ടല്ലോ. ആരാണടാ ആ രാജാവ്? അപ്പാ, അപ്പാ, വിടൂ, എന്റെ അപ്പനെ വിടൂ. ഇവനായിരിക്കും അടുത്ത കലാപകാരി. നോക്കിക്കോ. യഹോവ, എന്താണ് ഞങ്ങളുടെ പാപം? കുട്ടികളുടെ കണ്ണീർ പോലും നിന്നെ സ്പർശിക്കുന്നില്ലേ? എനിക്കിനി വയ്യ. ഇത്രയും വേദന തിന്നാൻ എനിക്ക് വയ്യ. റോമക്കാരെ, സൂക്ഷിച്ചോ. പ്രതികാരം ചെയ്യാനായി ഒരുവൻ വരുന്നുണ്ട്. അന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്നും അവൻ്റെ ലോകം മുഴുവൻ അപ്രത്യക്ഷമായി. അപ്പനെ നഷ്ടപ്പെട്ട മുറിവ്, ആ വേദനയിൽ തനിക്ക് നഷ്ടപ്പെട്ട അമ്മ. യുവാവായ ബറാബാസിൻ്റെ ഹൃദയത്തിൽ പ്രതികാരത്തിൻ്റെ തീ ജ്വാലയായി മാറി. അവൻ പഴയ ബറാബാസ് അല്ല, ഒരു കലാപകാരിയായി, വിപ്ലവകാരിയായി, കൊലയാളിയായി. സഹോദരങ്ങളെ, റോമിൻ്റെ ഇരുമ്പ് പിടിയിൽ അടിച്ചമർത്തപ്പെടുന്ന നമ്മുടെ ജീവിതം മതിയാക്കണ്ടേ? നമ്മുടെ അമ്മമാരുടെ കണ്ണീരും കുട്ടികളുടെ വിശപ്പും പിതാക്കന്മാരുടെ രക്തവും റോമിനോട് പ്രതികാരം ചോദിക്കും. ആരാണ് നീ? ആരാണ് നീ? ഞാൻ ബറാബാസ്. ഞാൻ വിപ്ലവകാരി, കലാപകാരി,
കൊലപാതകി. അതെ, ഓരോ റോമാക്കാരനെയും കൊല്ലുന്നത് എനിക്ക് ലഹരിയാണ്. അടിമത്തത്തിൽ നിന്നും ദൈവമക്കളെ രക്ഷിക്കാൻ ഇനിയും ചോര ചിന്താൻ ഈ ബറാബാസ് മടിക്കില്ല. ഓർത്തോളൂ, ഞാൻ ബറാബാസ്, ജീസസ് ബറാബാസ്. നിങ്ങളെല്ലാവരും റോമിന്റെ ചങ്ങലയിൽ മരിച്ചു വീഴും. ഇത് എന്റെ നീതി. റോമിന്റെ രക്തം എന്റെ ദാഹം തീർക്കും. യൂദയ ഭരിക്കുന്ന പന്തിയോസ് പീലാത്തോസ് നീണാൽ വാഴട്ടെ. പ്രഭു, റോമാ സാമ്രാജ്യത്തിനെതിരെ തെരുവിൽ കലാപം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ 2 സൈനികരെ വെട്ടിവീഴ്ത്തി. എന്നിട്ട് ഞങ്ങൾ അവരെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം ഓടിക്കളഞ്ഞു. പക്ഷേ അവർക്കൊരു നേതാവുണ്ട്. ആരാണവൻ? പേര് ബറാബാസ്. റോമാക്കാർ വിജാതീയരാണെന്നും ജെറൂസലേമിൽ നിന്നും അവരെ തുരത്തുമെന്ന് പറഞ്ഞ് വിപ്ലവം നയിക്കുന്ന ആളുകളുടെ നേതാവ് ജീസസ് ബറാബാസ്. അതാണ് മുഴുവൻ പേര്. നമ്മൾ തടവറയിൽ വെച്ച് വധിച്ച ആ കിളവന്റെ മകൻ. ബറാബാസ് അപ്പന്റെ മകൻ തന്നെ. സൂര്യനസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിനെതിരെയോ? അവനെ പിടികൂടാൻ നാം കൽപ്പിക്കുന്നു. ഇത് രാജകൽപ്പന. അവനെ ഇവിടെ വരുത്താൻ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട് പ്രഭു. പ്രഭു, ഇവൾ യൂദിത്ത്, ബറാബാസിന്റെ സഹോദരി. ഇവളാണ് അവന്റെ ബലം. യൂദിത്ത്? പണ്ടൊരു യൂദിത്ത് രാജാവായ ഹോളഫർണസിന്റെ തലവെട്ടിയതല്ലേ? പേരിന് ചേർന്ന തന്റെ ഇടം ഇവൾക്കും ഉണ്ടോ? അടിമകളാണെങ്കിലും ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. അഹങ്കാരി, രാജാവിനോട് മറുതല പറയുന്നോ? രാജാക്കന്മാരുടെ രാജാവായ യഹോവ തീർച്ചയായും ഇസ്രായേലിനെ രക്ഷിക്കും. എത്ര നല്ല നടക്കാത്ത സ്വപ്നങ്ങൾ. റോമാക്കാരുടെ കീഴിലായതുകൊണ്ട് ജീവനെങ്കിലുമുണ്ട്. സീസറാണ് നിങ്ങളുടെ ദൈവം. പ്രഭു, ആ ബറാബാസ് കടന്നു കളഞ്ഞു. നമ്മുടെ ലോങ്കിനോസിന് വെട്ടേറ്റു. പ്രഭു, എന്തൊരു വേദന! അവനെ വെറുതെ വിടരുത്. എന്റെ കണ്ണ്! അവനെയും യഹൂദരെയും വെറുതെ വിടരുത്. ആരവിടെ? ബറാബാസിനെ പിടിച്ചു കെട്ടാൻ നാം ഉത്തരവിടുന്നു. പിന്നെ കണ്ണിന് പകരം കണ്ണ്. അവന്റെ സഹോദരി യൂദിത്തിന്റെ കണ്ണുകൾ പിഴുതെടുക്കൂ ഇപ്പോൾ തന്നെ. മല്ലനായ ഗോലിയാത്തിനെ കൊന്നതാര്? ഫറവോയെ ചെങ്കടലിൽ മുക്കിയതാര്? റോമാക്കാരെ വെല്ലുവിളിക്കാൻ ആണായി വന്നവനായിരുന്നോ? അല്ലയോ കൂട്ടരെ, റോമാക്കാരുടെ അവസാന തുള്ളി ചോരയും ചിന്താതെ ഇനി ഈ ബറാബാസിന്റെ വാളിന് വിശ്രമമില്ല. റോമാക്കാർ
എണ്ണത്തിലും ആയുധശേഖരത്തിലും നമ്മളെക്കാൾ ഏറെ മുന്നിലാണ്. പോരാത്തതിന് യഹൂദരിൽ ചിലരും അവരുടെ പക്ഷത്താണ്. വിജാതിയുടെ പക്ഷം ചേരുന്നവർ വിഗ്രഹാരാധകരാണ്. അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് ദൈവകൽപ്പനയാണ് യൂദാസ്. അതെ, കൊല്ലണം. യഹോവയെ മറന്നവർ മരിക്കണം. അങ്ങയുടെ സഹോദരി. പറയൂ, എന്തു പറ്റി സൗൾ? ലോങ്കനൂസിന്റെ കണ്ണുകൾക്ക് പകരം എന്താണുണ്ടായത്? പറയൂ സൗൾ. കണ്ണിന് പകരം കണ്ണ്. ലോങ്കിനോസിന്റെ കണ്ണുകൾക്ക് പകരം നമ്മുടെ യൂണിറ്റിന്റെ കണ്ണുകൾ അവർ ചൂഴ്ന്നെടുത്തു. യഹോവേ, ഞാനിതെങ്ങനെ സഹിക്കും? കൂട്ടരെ, റോമാക്കാരുടെ ക്രൂരത ഇനിയും നമ്മൾ ക്ഷമിക്കാനോ? അതെ, ഇതാണ് അവസരം. യൂതിത്തിന് ലഭിച്ച ഈ വേദന യഹൂദരെ ഒന്നിച്ചു കൂട്ടാൻ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? ഹെറോദോസ് പ്രവാചകനായ സ്നാപകയോഹന്നാന്റെ ശിരസ്സെടുത്തു. ബറാബ കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുകയാണ് അവർ. കൊള്ളാം. ഈ തീ കത്തിപ്പടർന്ന് റോമ സാമ്രാജ്യത്തെ ചാരമാക്കും. മുറിവേറ്റ സിംഹത്തിന് ശക്തി കൂടും. റോമാക്കാരെ കൊന്നു തള്ളാൻ ബറാബാസ് വരുന്നുണ്ടേ. ഇനി റോമാക്കാർക്ക് ചോരയുടെ മണമുള്ള രാത്രികൾ. റോമാക്കാർക്കെതിരെ കലാപവും വിപ്ലവവും നടത്തിയ കൊലപാതകിയായ ബറാബാസിനെ പിടികൂടി തുറങ്കിലടച്ച വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. അവന്റെ കൂട്ടാളികളെയും ഉടൻ പിടികൂടുന്നതാണ്. യൂദിത്ത്, നീ എന്തിനിവിടെ വന്നു? ബറാബ, നിന്റെ വിപ്ലവം അവസാനം നിന്നെ എവിടെ എത്തിച്ചു എന്ന് നീ നോക്കൂ. യൂദിത്ത് മോളെ, നീ എന്താണ് ഈ പറയുന്നത്? ഇത് യഹോവയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. യഹോവ തന്നെയാണ് കൊല്ലരുത് എന്ന കൽപ്പന തന്നിട്ടുള്ളത്. ബറാബ, നിന്റെ കൊലപാതകത്തിന്റെ ബാക്കിയാണ് എന്റെ ഈ കണ്ണുകൾ. യൂദിത്ത്, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അവനവന് വരുമ്പോഴേ വേദന മനസ്സിലാകൂ ശിവയാൻ. ആരിത്? യഹൂദന്മാരെ രക്ഷിക്കാൻ വന്ന ബറാബാസ് അല്ലേ? നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെയാണ്. മാന്ത്രിക വിദ്യ കാണിച്ച് ഈജിപ്തുകാരെ പറ്റിച്ച യഹോവയാണോ നിങ്ങൾ പറയുന്ന ഇസ്രായേലിന്റെ ദൈവം? പേരില്ലാത്ത ഒരു ദൈവം, യഹോവ. റോമക്കാരെ, നിങ്ങളുടെ ജീവനില്ലാത്ത പ്രതിമയല്ല യഹോവ. അവൻ മാത്രമാണ് ജീവനുള്ള ദൈവം. അഹങ്കാരി, രണ്ടു കണ്ണും പോയിട്ടും കേട്ടില്ലേ അവളുടെ ധിക്കാരം? സീസറാണ് ദൈവം. യഹോവയുടെ പേരുച്ചരിച്ചാൽ നിന്റെ നാവ് കൂടി നാം പിഴുതെടുക്കും. യഹോവയുടെ കുറെ അടിമകൾ. ലോങ്കിനോസ്, ഇസ്രായേലിന്റെ ദൈവം റോമൻ സാമ്രാജ്യത്തെ തറപറ്റിക്കുന്നത് കാണാനാണ് നിനക്കൊരു കണ്ണ് ഞാൻ ബാക്കി വെച്ചത്. അതിനു മുമ്പ് നീ അടികൊണ്ട് തറപറ്റും. കുറ്റവാളികളെ വിചാരണ ചെയ്യാതെ ശിക്ഷിക്കുന്നത് അന്യായമാണ് റോമാക്കാരെ. ഓഹോ, ലോങ്കനോസിന്റെ കാഴ്ച പോയപ്പോൾ ഈ ന്യായം പറയാൻ നീ എവിടെയായിരുന്നടി? ബറാബാസിനെ വിചാരണയ്ക്ക് ഹാജരാക്കൂ ഉടൻ തന്നെ. ജെറുസലേമിൽ പെസഹായില്ലേ, പിന്നെ ഇപ്പോൾ പെട്ടെന്ന്? നിങ്ങൾ അറിഞ്ഞില്ലേ, ആ ജാലബുദ്ധിക്കാരൻ യേശുവിനെ പിടികൂടി. അവന്റെ ശിഷ്യൻ തന്നെ അവനെ ഒറ്റിക്കൊടുത്തു.
ആ നസ്രയനോ? അവൻ ശരിക്കും പ്രവാചകനായിരുന്നില്ലേ? പ്രവാചകനല്ല, മനുഷ്യരെ രക്ഷിക്കാൻ വന്ന മിശിഹ എന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ അതുക്കും മേലെ അവൻ ദൈവപുത്രനാണെന്ന്, ആബാപിതാവിന്റെ ഏകജാതനാണെന്ന് ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവദൂഷണമാണ്. അവൻ മരിക്കണം. ദൈവം കൂടെയുള്ള മിശിഹായാണ് അവനെങ്കിൽ എന്താടി റോമൻ പട്ടാളത്തിന് മുമ്പിൽ എന്ത് മിശിഹ, എന്ത് രക്ഷകൻ? യഹോവയുടെ മുന്നിൽ റോമൻ സൈന്യം വെറും വെട്ടിലുകളാണ് ലോങ്നോസ്. എങ്കിലും പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചേക്കും. കാരണം പീലാത്തോസിന്റെ ഭാര്യ യേശുവിനെ ഒന്നും ചെയ്യരുതെന്ന് പീലാത്തോസിനോട് അപേക്ഷിച്ചിരിക്കുന്നു. എങ്കിൽ ബറാബാസ്, നീ കേട്ടോ, യേശുവിനെ രക്ഷിച്ചിട്ട് പകരം നിന്നെ വധിക്കാനാണ് പീലാത്തോസ് ശ്രമിക്കുന്നത്. ഇതെന്ത് അന്യായമാണ്? യേശുവിന് പകരം ബറാബായെ വധിക്കുന്നത് അനീതിയാണ്. കാലത്തിൻ്റെ നീതിപീഠത്തിൽ ചരിത്രം മറക്കാത്ത നിമിഷം. ഒരു നിരപരാധിയും ഒരു കുറ്റവാളിയും മനുഷ്യരുടെ വിധിക്കായി ഒരുമിച്ച് നിൽക്കുന്നു. ഒരു വശത്ത് യേശു, സത്യത്തിൻ്റെ രാജാവ്. മറുവശത്ത് ബറാബാസ്, കലാപകാരൻ, കൊലയാളി. തീരുമാനം പീലാത്തോസിൻ്റേതാണ്, പക്ഷേ ശബ്ദം ജനക്കൂട്ടത്തിൻ്റെതായിത്തീരുന്നു. ജനങ്ങളെ, നിങ്ങളുടെ മുന്നിൽ രണ്ടുപേരുണ്ട്. യേശു എന്ന നിരപരാധിയും ബറാബാസ് എന്ന കുറ്റവാളിയും. പെസഹ ദിവസത്തിൽ ഒരാളെ ഞാൻ വിടും. പറയൂ, ആരെയാണ് നിങ്ങൾ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെ വിടൂ, യേശുവിനെ ക്രൂശിക്കൂ. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ. ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. തൂണ് ചേർത്തറ ചോര പാതാരേ ഭൂതലം, പാണിമേലാണികൾ അംശദണ്ഡൊരുക്കി. ചാട്ടവരച്ചു ചേർത്ത ചായങ്ങൾ മേലാകെ പട്ട് വീരിച്ചതാ മേലങ്കി നെയ്യവേ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ
രാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. കണ്ടില്ലേ, ഈ ബറാബാസ് മോചിതനായി. യോദിത്, നീ അറിഞ്ഞോ, യേശു എന്നെ രക്ഷിച്ചു. അവൻ മരത്തിൽ തൂങ്ങി, ഞാൻ സ്വതന്ത്രനായി. ബറാബാസിനെ മാത്രം രക്ഷിക്കാൻ യഹോവ അയച്ച മിശിഹ പാവം ഇപ്പോൾ ചത്തുപോയി കാണും. നിർത്തൂ ബറാബ നിന്റെ പരിഹാസം. പക്ഷേ നീ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അവൻ മിശിഹായാണ്. നിന്റെ മാത്രമല്ല, എല്ലാവരുടെയും രക്ഷകനാണവൻ. ബറാബ, നീ അറിഞ്ഞോ യേശുവിനെ അവർ കൊന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്? സൂര്യൻ ഇരുണ്ടു. ഭൂമി മുഴുവൻ 3 മണിക്കൂർ അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. യഥാർത്ഥത്തിൽ അവൻ ദൈവപുത്രനായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നിന്നെയും അവൻ രക്ഷിച്ചില്ലേ? ബറാബാസ്, നിങ്ങൾ സ്വതന്ത്രനായല്ലേ? നിങ്ങൾ ഇത് കണ്ടോ? എന്റെ കണ്ണിന് കാഴ്ച വീണ്ടും കിട്ടി. ലോഗിനോസ്, നിങ്ങളവിടെ കാൽവരിയിലായിരുന്നില്ലേ? അതെ, അവന്റെ മരണം ഉറപ്പിക്കാൻ ഞാനാണ് അവന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ആ വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും എന്റെ കണ്ണിൽ പതിച്ചു. ഓ, എന്തൊരു നീറ്റൽ! നേരിയ കണ്ണ് ഞാൻ തുടച്ചു. ഞാൻ അവനെ നോക്കി. എനിക്കെല്ലാം കാണാമായിരുന്നു. ആ തിരുമുഖം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ദൈവപുത്രനായ യേശു തന്നെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? യേശു ദൈവപുത്രനാണോ? അവന്റെ മരണം കണ്ട അനേകം ചോദിച്ച ചോദ്യമാണിത്. പോകൂ, എല്ലാവരും പോകൂ. എനിക്ക് ആരെയും കാണണ്ട. യഹോവേ, ഈ നിഷ്കളങ്ക രക്തത്തിന്റെ ഭാരം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹായുടെ മരണത്തിന്റെ കാരണക്കാരൻ ഈ ബറാബാസ്. എല്ലാവരും നാളെ എന്നെ ആക്ഷേപിക്കും. എല്ലാവരും എന്നെ കല്ലെറിയും. ചരിത്രം എന്ന് തന്നെ 1000 തവണ ക്രൂശിക്കും. പിതാവേ, പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി. തിരിച്ചറിഞ്ഞില്ല നാഥ നിൻ സുതനേ. കോപമാമഗ്നി ജ്വലിച്ചു, പാപമാം പാന്താവിലൂടെ ചരിച്ചു. കേണു വിളിച്ചിട്ടും കേൾക്കാത്ത ദൂരത്തിൻ പാപഗർത്തത്തിൽ വീണുലഞ്ഞു. പിതാവേ,
ബറാബാസ്, ഞാൻ യേശുവിന്റെ അമ്മ മറിയം. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് പകരമാണ്, ഞാൻ കാരണമാണ്. മകനെ ബറാബാസ്, അങ്ങനെയല്ല. നിനക്ക് പകരക്കാരനായി മാത്രമല്ല, അനേകരുടെ പാപങ്ങൾക്ക് പകരമായാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അനേകരുടെ രക്ഷയ്ക്കായുള്ള വലിയൊരു ദൈവിക പദ്ധതിയായിരുന്നു അത്. അതെ, അവൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ദൈവമേ, ഞാൻ ജീവിതം മുഴുവൻ വെറുപ്പ് നിറച്ചവൻ. എല്ലാം നഷ്ടമായപ്പോൾ എന്റെ ഹൃദയം കല്ലായി മാറി. റോമിന്റെ രക്തം കുടിച്ചാലും തീരാത്ത പകയുടെ ദാഹമായിരുന്നു എനിക്ക്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു, എന്റെ ശിക്ഷ കുരിശിലേറ്റുവാങ്ങിയ ആ നിഷ്കളങ്കനെ, എനിക്ക് പകരം ബലിയായി തീർന്നവരെ. അതെ, അവനാണ് ബലി, പാപപരിഹാര ബലി. ബറാബാസ്, അവനാണ് യഥാർത്ഥ ബറാബ, പിതാവിന്റെ ഏകജാതൻ. ഇനിയുമൊരു കാണാൻ ഒരുക്കുമോ നാഥ, നീയൻ പേർക്കായി. ഇനിയുമൊരു ചെങ്കടൽ മുറിക്കുമോ നാഥ, നീ ഇന്നെനിക്കായി. ഇരുൾ വീണ മരുവിൽ നീ അഗ്നിത്തൂണായി, ഇടറിയ പകലിൽ ഒരു മേഘസ്തംഭമായി. ഇനിയും നടത്തണേ നാഥ, നല്ലിടയനായി നയിക്കണേ താത. ഇനിയും ഓരോ മനുഷ്യനും ബറാബയാണ്, ദൈവപിതാവിൻ്റെ മക്കളാണ്. ബറാബാസിൻ്റെ കഥ നമുക്ക് ഏറ്റെടുക്കാം. പാപിയും കൊലയാളിയുമായ ബറാബാസിനെ പോലും കാൽവരിയുടെ തണലിലേക്ക് നയിച്ച ആ അനന്ത സ്നേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കാം. അവനെ നമുക്ക് ആരാധിക്കാം. നന്ദിയോടെ ഇതാ ബറാബാസിൻ്റെ മിശിഹ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. മാറാ തുറന്നു നീ തെളിനീരൊഴുക്കണേ, ദാഹാർദ്ധനാണു ഞാൻ നാഥ, ദാഹാർദ്ധനാണു ഞാൻ നാഥ. മാറാ തുറന്നു നീ തെളിനീരൊഴുക്കണേ, ദാഹാർദ്ധനാണു ഞാൻ നാഥ, ദാഹാർദ്ധനാണു ഞാൻ നാഥ. സ്വർഗീയ മന്ന പൊഴിക്കുമോ നീ എന്നിൽ, ജീവന്റെ അപ്പമാകാൻ, ജീവന്റെ അപ്പമാകാൻ. ഇനിയുമൊരു കാണാൻ ഒരുക്കുമോ.